ഹായ് മോളെ. കണ്ടോടി എന്റെ മോള് രാജകുമാരിയെ പോലെ പൗഡറൊക്കെ ഇട്ട്. മോളെ വാ, ഇങ്ങ് വാ. വാ. ഇതാ മോക്ക് ആപ്പിൾ. ഇതെന്തിനാ വാങ്ങിച്ചത്? ഇതിനൊക്കെ വലിയ വിലയല്ലേ? ചാരായം കുടിച്ച് മടുത്തടി. ഇവന്റെ ലഹരി ഒന്ന് വേറെയാ. അമ്മച്ചി, സാരാ ചേച്ചി. ചേട്ടത്തി, ഇന്ന് ശനിയാഴ്ചയല്ലേ? റേഷൻ വാങ്ങണം. 10 രൂപ കയ്യിലുള്ളൂ. 15 രൂപ വേണം. ഇപ്പോഴെല്ലാവരും ചോദിക്കുന്നത് ഇതാ രൂപ. കടമായിട്ടാ. അടുത്ത ആഴ്ച തിരിച്ചു തന്നേക്കാം. സാറ പറഞ്ഞാ വിശ്വസിക്കില്ല. പോർട്ട് പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? കിട്ടുന്നതിൽ ഇരട്ടിയാ ചെലവ്. ഇതാ കണ്ടോ, രൂപ 100 ചില്ലാനാണ് ഈ സാധനങ്ങൾക്ക്. അത് നേരാ. ഇപ്പോഴത്തെ സാധനങ്ങളുടെ ഒരു വിലയെ. നാളെ ഞായറാഴ്ചയല്ലേ? ഇത് ഞാൻ പറഞ്ഞിട്ട് 2 കോഴിയെ വാങ്ങിച്ചതാ കൊല്ലാൻ. രൂപ 38 കൊടുത്തത്. ഇനി വായ്പ കൊടുക്കാൻ എവിടുന്ന? എടീ, എനിക്കൊന്ന് കുളിക്കണം. സാറ ഒന്നും വിചാരിക്കരുത്. അങ്ങയുടെ കയ്യിൽ കാശില്ലാഞ്ഞിട്ടാ. എത്ര തവണ ആ സാറാ ചേച്ചിയോട് വായ്പ വാങ്ങിച്ചിട്ടുണ്ട്? പതുക്കെ പറയടാ, നിന്റെ അപ്പം കേൾക്കണ്ട. കേൾക്കട്ടെ. എങ്ങനെയുണ്ട് ഫുഡ് കോർപ്പറേഷനിലെ ജോലി? കൊള്ളാവോ? ആ കൊള്ളാം. നമ്മുടെ യൂണിയനിൽ നിന്ന് 7 പേർക്ക് അവിടെ ജോലി കിട്ടിയിട്ടുണ്ട്. ബാക്കി 5 പേര് വേറെ ആരൊക്കെയാണ്? 7 പേര് ജോലിക്ക് എടുത്തുന്നു. നമ്മുടെ 2 പേരെന്നാണല്ലോ പറഞ്ഞത്. പ്രസിഡന്റ് നേരിട്ട് എടുത്തതാണെന്നാ പറഞ്ഞത്. അവന്നെ 4 വർഷമായി സാർ ഞങ്ങൾ ആ ഹോട്ടലിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. പെട്ടെന്ന് ഇങ്ങനെ പിരിച്ചുവിട്ടാൽ ഞങ്ങൾ എങ്ങോട്ട് പോകും? നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ കൂടെ വരാം. സാറേ, ഫുഡ് കോർപ്പറേഷൻ നമ്മുടെ യൂണിയനിൽ നിന്ന് 7 പേർക്ക് ജോലി കൊടുത്തെന്നാണല്ലോ ഇവര് പറയുന്നത്. എന്നിട്ട് 2 ജോലിയല്ലേ ഞങ്ങൾക്ക് തന്നുള്ളൂ. പീറ്റർ ഇരുന്നേ പറയട്ടെ. അതെ, നമ്മൾ SSTU ആരംഭിച്ചപ്പോ നമുക്കുണ്ടായിരുന്ന 7 പേരുള്ള ഒരു യൂണിയൻ മാത്രമാണ്. പിന്നെ ചുമട്ടുതൊഴിലാളി യൂണിയൻ ഉണ്ടായി, ഹോട്ടൽ തൊഴിലാളി യൂണിയൻ ആരംഭിച്ചു കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ശക്തിപ്പെട്ടു വരികയാണ്. ഈ നാടൊട്ടുക്കും പ്രാതിനിധ്യമുള്ള ഒരു സംഘടനയായി നമുക്ക് വളരണ്ടേ? എന്നാലും നമ്മുടെ യൂണിയനിൽ ജോലിയില്ലാത്ത എത്രയോ പേരുണ്ട്. അവർക്ക് ജോലി കൊടുക്കാതെ കിട്ടിയ ജോലി പുല്ലാനത്തുകാർക്ക് മാത്രം കൊടുത്താൽ മറ്റുള്ളവരോട് നമ്മൾ എന്ത് സമാധാനം പറയും? നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തൽക്കാലം 2 പേരെ എടുത്തല്ലോ, ഇനിയും അവസരങ്ങൾ ഉണ്ടാവും. നമ്മൾ വളരുകയല്ലേ? ഈ ദാമോദരനും കുട്ടപ്പനും നമ്മുടെ ഹോട്ടൽ തൊഴിലാളി യൂണിയനിൽ ചേർന്നിരിക്കുകയാണ്. ഞാൻ അവരുടെ പ്രശ്നം കൈകാര്യം ചെയ്യാൻ അങ്ങോട്ട് ഇറങ്ങുകയായിരുന്നു. പീറ്റർ ഇരിക്കും, ഞാൻ ഇവരുടെ കാര്യവും നോക്കിയിട്ട് പോരാ.